രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ജീവിതമരുവിലെ യാത്രക്കാരാ, തളരാതെ യാത്ര തുടർന്നിടുക. മാറായിൻ കൈപ്പോ അഗ്നിസർപ്പമോ, ശത്രുവിൻ പീഡയോ ഭീഷണിയോ, സാരമില്ല ഭാരം വേണ്ട, ശാലേമിൻ രാജൻ നിൻ കൂടെയില്ലയോ. സാരമില്ല ഭാരം വേണ്ട, ശാലേമിൻ രാജൻ നിൻ കൂടെയില്ലയോ. കണ്ണുനീർ കണ്ടവൻ, നിലവിളി കേട്ടവൻ, വിളിച്ചിറക്കിയോ നിൻ കൂടെയില്ലയോ. കണ്ണുനീർ കണ്ടവൻ, നിലവിളി കേട്ടവൻ, വിളിച്ചിറക്കിയോ നിൻ കൂടെയില്ലയോ. മരുഭൂവാസികൾക്കു ക്ലേശമേറെ എന്നാലും സാക്ഷ്യകൂടാരം നിൻ മധ്യേ ഇല്ലയോ. കാടയും മന്നയും നിൻ കയ്യിലെത്തിക്കുന്ന കർത്താതികർത്തൻ നിന്റെ സ്വന്തമല്ലയോ. സാരമില്ല ഭാരം വേണ്ട, ശാലേമിൻ രാജൻ നിൻ കൂടെയില്ലയോ. കരയുന്ന കാക്കയിൻ സങ്കടം കേൾക്കുന്നോൻ നിന്റെ വ്യവഹാരം നടത്തിത്തരും. ഭയങ്കരന്മാരുടെ ചീറ്റലു കേൾക്കുമ്പോൾ പറവോൻ്റെ കാര്യം നീ ഓർത്തുകൊള്ളുക. സാരമില്ല ഭാരം വേണ്ട, ശാലേമിൻ രാജൻ നിൻ കൂടെയില്ലയോ. സ്തോത്രം. ഈ പാട്ട് ഉറക്കമില്ലാത്ത ഒരു രാത്രിയിൽ ദൈവം എനിക്ക് തന്നതാണ്. വലിയ പ്രയാസങ്ങളുടെ നടുവിൽ, വളരെ പ്രയാസങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആലോചന മനസ്സിൽ വന്നു. ദൈവമക്കൾക്ക്, വീണ്ടും ജനിച്ചവർക്ക് എത്ര വലിയ ഭയങ്കര പ്രയാസങ്ങൾ വന്നാലും ഒരു പോംവഴിയുണ്ട്. അത് ദൈവസന്നിധിയിൽ ഇരുന്ന് ഹൃദയം നുറുങ്ങി കണ്ണുനീർ വാർത്ത്, കണ്ണുനീർ വന്നോളുമല്ലോ, പ്രയാസങ്ങളുടെ ഗാംഭീര്യവും വലിപ്പവും അനുസരിച്ച് അറിയാതെ കണ്ണുനീരിങ്ങ് വരും. സ്തോത്രം. അങ്ങനെ കണ്ണുനീർ വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. സമയം പോകുന്നത് അറിയത്തില്ല. ഞാൻ ആ രാത്രിയിൽ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥന ആരംഭിച്ചു. രാത്രി 2 മണിയായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പാട്ട് തന്നു. ഞാൻ പെട്ടെന്ന് പേപ്പറും പേനായും ഒക്കെ എടുത്ത് അത് എഴുതി. ആ പാട്ടാണിപ്പം ഞാൻ പാടിയത്. സാരമില്ല, ഒന്നും സാരമില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും. പ്രതിസന്ധികൾ ഭാരപ്പെടണ്ട. പട്ടിണിയാണോ? സാരമില്ല, ദൈവം മന്നയും കാടയും ഇറക്കിത്തരും. സ്തോത്രം. ശത്രുതയാണോ? ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ എളിയവനൊരു ദുർഗവും ദരിദ്രന് ആഭയവും ആശ്രയവും തണലുമാണ് കർത്താവെന്ന് യെശയ്യാ 25:4 പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും നടുവിൽ ആശ്വാസത്തിൻ്റെ വഴി തുറന്നു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. പിന്നെ 2 മണി മുതൽ 5 മണി വരെ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഞാൻ ആ പാട്ട് പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ആ സമയം അങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നു. വേദനകളും ഭാരങ്ങളും സങ്കടങ്ങളും വിഷമതകളും മാറി. നാളെ ഞാൻ താമസിക്കുന്ന ഒറ്റ മുറിയുള്ള ഒരു വീട്ടിലായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളാണ്. 3 മാസത്തെ വാടക കൊടുത്താൽ 3 മാസത്തെ വാടകയും തീർന്നു. അഡ്വാൻസ് കൊടുക്കുക, പിന്നെ മാസം തോറും കൊടുത്തു, അത് തീർന്നു. നാളെ മുറി ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഭീഷണിയാണ്. മുറികൾ വേറെ കിട്ടും, പക്ഷേ കൊടുക്കാൻ പൈസയില്ല. ഭയങ്കര പ്രതിസന്ധി. പണത്തിൻ്റെ ദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടുന്നവർ, ഉറക്കം വരാതെ കടഭാരം കയറി, വലിയ വലിയ വിഷയങ്ങൾ. എൻ്റെ അത് ചെറിയ വിഷയമാണ്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവം ഇന്ന് ആശ്വാസത്തിൻ്റെ വഴി തുറന്നു തരും. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ, 4-നും 5-നും ഇടയ്ക്ക് എൻ്റെ വാതിലിൽ ഒരു കൊട്ട് കേട്ടു. തുറന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതനാണ്.
ഇയാൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നറിയാമോ? അയാൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്ത്, കോട്ടയത്ത് പോകേണ്ട ആളാണ്. എറണാകുളം ടിക്കറ്റ് എടുത്ത് കളമശ്ശേരി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ സാധാരണ KSRTCക്കാർ ചെയ്യുന്നത് പോലെ ആളുകളെ ഇറക്കി പുറകെ വരുന്ന ഓരോ വണ്ടിയിലും എല്ലാം നിറച്ച ആളുകൾ വരുന്നത്, അതുകൊണ്ട് എല്ലാവരെയും കൂടി ഒരു വണ്ടിയെ കയറ്റാൻ പറ്റില്ല, കുറേശ്ശെ ആളുകളെ കയറ്റി വിടുക. അപ്പോൾ അവിടെ വെച്ച് അയാൾ വിചാരിച്ച് ഞാൻ താമസിക്കുന്ന അടുത്താണല്ലോ, നേരെ എന്നെ ഒന്ന് കണ്ടിട്ട് പോകാം. എറണാകുളം വരെയുള്ള ടിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുള്ളൂ. അപ്പോൾ വലിയ നഷ്ടമൊന്നും വരാനില്ല, എന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കണ്ട് അദ്ദേഹം വന്നതാണ്. അദ്ദേഹം വന്നു, എൻ്റെ അടുത്ത് കയറിയിരുന്നു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയം മനസ്സിലാക്കി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ ബസ് ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുകയില്ല. ബ്രേക്ക് ഡൗൺ ആയത് ഒരു നല്ല കാര്യമെന്ന് പറയുന്നില്ല, എങ്കിലും ദൈവം തൻ്റെ പദ്ധതികളെ നിർവഹിപ്പാൻ പലവിധമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാത്രി ഉറക്കമളച്ച് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് വേദനിച്ച് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാനുള്ള സർവശക്തനായ ദൈവം പറയുന്നു, സാരമില്ല, ഭാരം വേണ്ട. ശാലോമിൻ രാജൻ, സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവസന്നിധിയിലിരിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.